ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ TK ഇൻഷുറൻസിൽ പോവാണ്. TK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഇൻഷുറൻസ് ആണ്. നമ്മൾ എടുത്തിരിക്കണം. അപ്പം ഇൻഷുറൻസ് ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പൊ അതെന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ചോദിക്കാൻ പോവാണ്. എന്റെ കൂടെ ഉള്ളത് ഫിറ്റ് സീതാലക്ഷ്മി. TK പോയേക്കുമായിരുന്നു. TK പോയ വ്ളോഗ് കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റില്ല. അവിടെ ക്യാമറ അലൗഡ് അല്ല, നമ്മൾ വീഡിയോ എടുക്കുന്നൊരു ശരിയല്ലല്ലോ. അതുകൊണ്ട് TK പോയി ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ ശരിയാക്കാൻ ഒന്നും ശരിയായില്ല. അറിയത്തില്ല എന്താവും, നോക്കാം. എന്തായാലും ട്യൂസ്ഡേ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റവേ പോവാം. മൈസെയിൽ എന്ന് പറഞ്ഞ ഒരു മാള് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അവിടെ പോവാണ്. കാണാം. ഓക്കെ, ഞങ്ങളാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഹൗ ടു വാഹ വന്ന. അപ്പം ആണ് ഇവിടെ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ പോകുന്നതെന്നറിയാവോ? സീതാലക്ഷ്മി ആലുങ്കൽ ഉമാദേവിയുടെ കൂടെയും കാർത്തികേയസ് നായറിൻ്റെ കൂടെയും. അവരുടെ പേര് പറയരുതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇത്ര വലിയ പേര് നമുക്ക് ഷോർട്ട് ഫോമിൽ വിളിക്കാം. സീതാലക്ഷ്മി ആൻഡ് കാർത്തിക എന്ന് വിളിക്കാം. നമുക്ക് സെഫോറ കയറാം. നമുക്ക് വെറുതെ സെഫോറ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. സുന്ദരിയായല്ലേ? ബ്ലഷ് എല്ലാവരും ടെസ്റ്റ് ഈ ഷെയ്ഡ് കൊള്ളാം, നല്ല ഷെയ്ഡാണ് അല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഈ ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന്. സീതയ്ക്ക്, സീതാലക്ഷ്മിക്ക് ബ്യൂട്ടിഫുൾ. ഈ ഷെയ്ഡ് ആർക്കെങ്കിലും ഉമാദേവി ഇപ്പം അല്ല സീതാലക്ഷ്മി ഇപ്പം അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ നാർസിൻ്റെ ഹൈവേ ടു ഹെൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഹൈവേ ടു ഹെൽ, ഹെൽ, ഗോ ടു ഹെൽ കഴിഞ്ഞിട്ട് ഞാനൊരു വരവ് വരും. എൻ്റെ ഡ്രീം ഇതുണ്ട്, ബ്രാൻഡ് റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് മേടിക്കാൻ വേണ്ടിയിട്ട്. റെയർ ബ്യൂട്ടിയുടെ ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാതെ. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി, ഇതിൻ്റെ ബ്ലഷ് വാങ്ങാൻ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും ഒരു ദിവസം. ദിസ് വൺ. ഇതേതാ? ഇതാണ് ഹൈലൈറ്റ് ടു ഹെൽ. നമുക്ക് പോകാം. നമ്മൾ വെളിയിലിറങ്ങുവാണ്. നമ്മൾ എന്തിനാണ് വന്നതെന്ന് സബ്ജക്റ്റിൽ നിന്ന് തെന്നി മാറി റവേ പോകാൻ വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ. അപ്പോൾ റവേയിലേക്ക് തിരിച്ചു പോവാം. ഇവിടുന്ന് ഇറങ്ങുക. നമ്മൾ പോവല്ലേ? ഓക്കെ, ഞങ്ങൾ പോവാണ്. ഇതാണ് മൈസെയിൽ ഷോപ്പിംഗ് സെന്റർ. അടുത്ത റവയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഈ കടയിൽ കയറാം. ഈ കടയിൽ സെയിലും ഇൻസൈഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സെയിലാണ് ഉള്ളത് നോക്കാം. ജ്വല്ലറി ആണ് ഭയങ്കര ജ്വല്ലറിയുടെ ഭയങ്കര ഭ്രാന്തുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ജ്വല്ലറി നോക്കാൻ പോവാം. ഓക്കെ.
ഇതിനൊക്കെ 39 യൂറോ, നാട്ടിലെ ഒരു 4000 രൂപ. നൈസ്. ഉമാദേവി സീതാലക്ഷ്മിക്ക് ഇത് ചേരുന്നുണ്ട്. ഇതിന് 34 യൂറോ, നാട്ടിലെ ഒരു 3500 രൂപ വരും ഗൈസ്. ഇതല്ലേ ബുക്കാട്ടി അല്ലേ ഇത്? only 29 euros. Nice. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. വെറുതെ ഇരിക്കുമല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സാധനം മേടിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ കയറി നമ്മൾ നോക്കുക, സെയിലൊക്കെ ഉണ്ടോ, എങ്ങനെയുണ്ട്. ഇതാണ് റബേ കയറാം സാധനം മേടിക്കാൻ. കണ്ടോ ഗൈസ്, ആപ്പിളിനൊക്കെ നാട്ടിലെ 3600 കാണും അല്ലേ? 360 രൂപയെങ്കിലും കാണും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബ്രെഡുകൾ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ഇതിൻ്റെ അകത്തൊരു ചോക്ലേറ്റ്, ഇതെനിക്ക് തോന്നുന്നത് പിസ്താഷ്യോ. ഇത് ഓരോത്തിൻ്റെ, ഇത് ചോക്ലേറ്റ്, ഇത് വാനില, ഇതിൻ്റെ അകത്ത് പിസ്താഷ്യോയുടെ ഫില്ലിങ്ങാണ് വരുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ക്രിഷ്യൻ്റെ ഇത് 3 നല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. വാനില ഇല്ല, ചോക്ലേറ്റും പിസ്തയും നല്ലതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ബമ്പലോണി. അതിൻ്റെ അകത്ത് ഫില്ലിങ് വരുന്നത് മറ്റേ ബ്ലൂബെറിയുടെ ഫില്ലിങ്ങാണ് വരുന്നത്. ഇങ്ങനെ ഒരു കവർ കിട്ടും, നമുക്ക് തന്നെ എടുക്കണം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ക്രോഷിൻ്റെ. ഇത് ചോക്ലേറ്റ് ക്രോഷിൻ്റെ ആണ്, നല്ല ടേസ്റ്റാണ്. ഇത് വരുന്നത് പിസ്താഷ്യോടെയാണ്, വാനിലയുടെ തീർന്നു. പിസ്താഷ്യോ നല്ല ടേസ്റ്റാണ്. ഉച്ചയായി, ഉച്ചക്കത്തെയാണ് ഇത് ലഞ്ച്. ഒരു മിൽക്ക് ചോക്ലേറ്റ് എടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട്. വിശന്നിട്ട് വയ്യ, ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ആ ബ്രെഡും മിൽക്ക് ചോക്ലേറ്റും കൂടെ കഴിക്കണം. കൊള്ളാം. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ മിൽക്ക് ചോക്ലേറ്റിന് ബില്ലടിക്കാൻ പറഞ്ഞു എന്നോട് സംസാരിച്ച് ആ വഴി ഇറങ്ങി ഞാൻ അങ്ങ് പോയി. ഞാൻ അടിച്ചില്ല ബില്ല്. ഭാഗ്യത്തിന് ആരും പുറകെ വന്നിട്ട് ഒന്നും നമുക്ക് ബില്ലടിക്കാതെ. ഓക്കെ, ചോക്ലേറ്റ് അകത്ത് നല്ല ടേസ്റ്റാണ്. ഡൈസൺ കയറാം ഗൈസ്. ഡൈസണിക്ക് ഒരു സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് തരും അവർ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാണാം. എന്താ പിയാനോ, വയലിൻ, അങ്ങനെ ഓരോരോ മ്യൂസിക് ബാൻഡ് വെച്ചിട്ട് അവർ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഓരോന്നൊക്കെ. കലാകാരാണ് ഗൈസ് ഇവിടെ ഉള്ള ഒരു കലാകാരി. എന്തോ സെയിൽ നടപ്പുണ്ട്, നമുക്ക് എന്താ സെയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് സെയിൽ എവിടെ കണ്ടാലും നമ്മൾ വിടാൻ പാടില്ല. എന്താ സെയിലെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇവിടെ വന്നിട്ട് സെയിൽ എന്താണ്, പൈസ ഇല്ലെങ്കിൽ എന്താണ് സെയിൽ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
50% സെയിൽ. കൊള്ളാം. എത്ര? 19 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 2000 റുപ്പീസ് വരും. നല്ല രസമാണല്ലേ? കൊള്ളാം അല്ലേ? അതിന് മാത്രം അതിനും 12 വലിയ ഇതുപോലത്തെ ഫുൾ ഓവർ ടൈപ്പ് ഡ്രസ്സൊക്കെ നല്ലത്. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് 4 അതുകൊണ്ടാണ് പിന്നീട് എടുത്തിട്ട്. ഇന്നലെയൊക്കെ 10 അപ്പം വലിയ ഫുൾ ഓവറായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫിഷ് മേടിക്കാൻ പോവാം. ഷൂസ്റ്റിൽ ഫിഷ് മേടിക്കാൻ നമുക്ക് കാണാം. അപ്പം ഇവിടുന്ന് ട്രെയിൻ കയറാൻ പോവാം. ഇവിടെ മീൻ മേടിക്കാൻ കാർത്തിക വരുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാർത്തിക വരണമെന്നാണോ ആണെന്നാണോ? അല്ല, വരണമെന്നാണോ വേണ്ടെന്നാണോ? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. പാടൂ, 2 വരികൾ പാടൂ. ഞാൻ വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ആർക്കും ഇവിടെ പല്ലുവേദനയായിട്ടിരിക്കുകയാണ് ഗൈസ്. ഒക്കെ പല്ലുവേദന വയസ്സായെന്ന് വിചാരിക്കില്ല, പക്ഷെ അല്ല, അണപ്പല്ല് വളരുന്ന അതുകൊണ്ട് വേദന. വീട്ടിൽ ചെല്ലുമ്പോൾ റീല് വരും, കാർത്തൂന് പല്ലുവേദനയാണ്. ബൈ. എന്തെങ്കിലും പറയൂ സീതാലക്ഷ്മി. നമ്മളെവിടെ പോവാ? എന്ത് മീൻ കിട്ടണം എന്നാണ് ആഗ്രഹം? കേര മീൻകറി വെക്കാൻ? ചൂര? കിളിമീൻ മീൻകറി വെക്കുവോ? എല്ലാ മീനും ഞാൻ മീൻകറി വെക്കും. എല്ലാ മീനും ഞാൻ വറുത്തും കഴിക്കും. അഞ്ജനേനെ കൊണ്ട് ഞാൻ റീൽ എടുക്കട്ടെ. അഞ്ജനൊക്കെ ഭയങ്കര ശല്യമാണോ? വെയിലൊക്കെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വെയിലൊക്കെ ഒന്ന് അടിക്കുന്നതെന്ന് അറിയാവോ? വെയിലേ ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പൊ കുറേ നാളുകൾക്ക് ശേഷം ഈ വെയിലൊക്കെ അടിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറേ ചില്ലറയുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ കൊമേഴ്സ് ബാങ്കിൽ പോയി ഈ ചില്ലറയൊക്കെ കാർഡിലേക്ക് ആക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണ് ആക്കുന്നതെന്ന്. ഇത് ക്യാഷ് ഡെപ്പോസിറ്റ്. കോയിൻസ്
€10 ഉണ്ട്. ഇതപ്പം കൺഫേം ആക്കി കൊടുക്കാം. ഞാൻ എത്രയാണ് എണ്ണയില്ല, അപ്പോൾ കൺഫേം. ബാങ്ക് നോട്ടല്ലേ? നമുക്ക് ഒന്നും വേണ്ട, അപ്പം നോ കണ്ടിന്യൂ കൊടുക്കാം. നമ്മൾ ഇത്ര നോട്ട് ഇപ്പോൾ കാർഡ്, ഇനി കാർഡ് വന്ന് കാർഡ് എടുത്തു, ഇതൊക്കെയുണ്ട്. താങ്ക് യു മച്ച് ഫോർ വിസിറ്റ്. ഹലോ ഗൈസ്, കൊമേഴ്സ് ബാങ്കിൽ നിന്ന് കയറി ഇറങ്ങി കുറച്ച് പൈസയൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി സിട്രോയിലേക്ക് പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ മീൻ മേടിക്കുന്ന സ്ഥലം, സിട്രോ ആണ്. ബസ് എന്ന് പറഞ്ഞു ഹലാൽ സിട്രോ മാർക്കറ്റ്. അയല പോലെ ഇല്ലേ ഗൈസ്, ഇതുണ്ടോ? പ്രൈസ് കണ്ടോ? 6.99. നമ്മുടെ നാട്ടിലെ 700 രൂപയോളം വരും 1 കിലോയ്ക്ക്. ഇത് കിളിമീൻ പോലെ ഇല്ലേ, നാട്ടിലൊരു 750 ഒക്കെ വരും. ഒമാൻ മത്തി അങ്ങനത്തെ പോലത്തെ എന്തോ സാധനമാണ് ഇത്. മത്തി പോലെ ഇല്ലേ ഗൈസ്, പക്ഷെ മത്തി പോലെ ഉണ്ട്. അതിന് 750 രൂപ. സാഡില്ല ഇത് വലിയൊരു മീൻ ഗൈസ്. എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ മീനുകൾ. ഓക്കെ, ഇതാണ് മേടിക്കുന്നത്. മക്രിയോ മാക്രി എന്നാണ് എന്താണ്, ½ kg. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വിലയാണ് മീനുകൾക്കൊക്കെ. എനിക്കും ഈ വേണ്ട, പക്ഷെ മക്രി, ആട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇത് പോട്ടി ഉണ്ടാക്കുന്ന സാധനമല്ലേ? അങ്ങനെ മീൻ മേടിച്ചു. അയല പോലത്തെ ഏതോ ഒരു മീൻ മേടിച്ചു, 1/2 കിലോ. ഗൈസ്, നമ്മൾ മീൻ വാങ്ങി ഇനി നേരെ ബാക്ക് ടു ഹോമാണ്. ഹോമിൽ പോയി, വീട്ടിൽ പോയി ഇത് കറി അല്ലെങ്കിൽ വറക്കണം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇതുവരെ രാവിലെ കഴിച്ചാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രെഡ് കഴിച്ചില്ലേ, മറ്റേ ക്രോഷ്യൻ, പിന്നെ മിൽക്ക് ചോക്ലേറ്റ്, അത് കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇതുണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമുക്ക് ബസ് നോക്കാം, ഇവിടെ നിർത്തുമോ അങ്ങനെയൊക്കെ. ഓക്കെ, എൻ്റെ ബ്ലഷ് നന്നായിട്ട് ഇതാവുന്നുണ്ടല്ലേ. സെഫോറ കയറിയപ്പോൾ റയർ ബ്യൂട്ടിന്ന് ഇട്ട ബ്ലഷാണ്. നല്ല രസമുണ്ടല്ലേ. നമുക്ക് മേടിക്കാം. ഒരു ബസ് സ്റ്റോപ്പ് ആണോ? ഒരു ബസ് സ്റ്റോപ്പ് നോക്കി നടക്കുന്ന ഒരു അവസ്ഥ. ഒന്നും അറിയില്ല, ഇങ്ങനെ നോക്കി നടക്കുക. ബസ് സ്റ്റോപ്പ് എവിടെ ആയിരിക്കും എന്ന് നോക്കി ഇങ്ങനെ ആപ്പ് നോക്കിയാണ് നടക്കുന്നത്. കണ്ടോ, ഒരു ബസ് സ്റ്റോപ്പിലേക്ക്. നമ്മളൊക്കെ DB എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഹ്യൂസ്റ്റർ, എനിക്ക് പോകേണ്ട എൻ്റെ സ്ഥലമായ ഗ്രേബി സ്ട്രാസ്. അപ്പം നമ്മൾ അടിച്ചു കൊടുക്കും കറണ്ട് ലൊക്കേഷൻ ടു ഗ്രേബി സ്ട്രാസ്. അപ്പം നമുക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെയുള്ള, ബസ്സിൽ പോകണോ, ബസ് കയറി അവിടെ നിന്ന് ഏതെടുക്കണം, ഏത് സ്ഥലത്ത് ഇറങ്ങണം, അതൊക്കെ കാണിക്കും. അപ്പം ഏത് ബസ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത് അങ്ങനെയൊക്കെ കാണിക്കും. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക്, ഏത് ബസ് സ്റ്റോപ്പ്, ഇന്ന സ്ഥലം തൊട്ട് ബസ് സ്റ്റോപ്പ് വരെ ഇത്ര മീറ്റർ ആണുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു മാപ്പ് പോലത്തെ സാധനമുണ്ട്. അവിടെ പിടിച്ചേക്കുമ്പോൾ നമുക്ക് മാപ്പ് റൂട്ട് കാണിക്കും. അപ്പോൾ ആ റൂട്ട് നോക്കി നമ്മൾ നടക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റൂട്ട് കിട്ടാൻ അതല്ലേ M55 അല്ലേ? അപ്പം അത് റൂട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ റൂട്ട് നോക്കി
നമ്മള് വന്നതാന്ന് എനിക്ക് തോന്നുന്നു. ഒരു മലയാളി ഹിന്ദിക്കാരനെ ഉണ്ടാവും. ആ വണ്ടി ഓടിക്കുന്ന മലയാളി ഹിന്ദി അങ്ങനെ ആരോ ആട്ടോ നമ്മളെ നോക്കുന്നു. ഹിന്ദിക്കാരല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. കാണുമ്പോൾ ഇന്ത്യ എന്ന് കാണുമ്പോഴത്തേനും അവരൊന്ന് സ്ലോ ആക്കി നോക്കും. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് മീൻ മേടിക്കാൻ വന്നപ്പോഴും ഇതുപോലൊരു നടത്തല്ല, ഒരു ഒന്നൊന്നര നടത്തം നടന്നത്. ഞാനത് നടക്കുന്ന നമ്മൾ എത്ര നടന്നു എന്ന് നോക്കും. അന്നൊരു ഇവിടെ വെച്ച് തന്നെ റൗണ്ട് അടിച്ച് ഒരു 8 കിലോമീറ്ററെങ്കിലും നടന്നു. 10,000 സ്റ്റെപ്പൊക്കെ നടന്നായിരുന്നു. വീട്ടിലും ഭയങ്കര വയറുവേദനയായിരുന്നു. ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നതൊന്നും ശരിയാവാത്തതുകൊണ്ട് ഗ്യാസൊക്കെ കയറി വയറുവേദന, ഛർദി. ഇപ്പം ഇച്ചിരി വയറുവേദന കുറഞ്ഞപ്പോഴാണ് TKയിൽ ഇൻഷുറൻസിൽ പോയി അങ്ങനെ കുറച്ചൊക്കെ നടന്നു. ഇപ്പം ഹ്യൂസ്റ്റി വന്ന് മീൻ മേടിക്കാൻ വന്നതൊക്കെ. 3:02 ബസ്. ഇപ്പം എത്ര മണിയായി? 3 മണി. 2 മിനിറ്റ് കൂടെ ബസ് സ്റ്റോപ്പ് എത്താറായി. കണ്ടു അകലെ, അതാണ് ബസ് സ്റ്റോപ്പ്. ടൈം ബാൻ ഓഫ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. റോഡ് M55. നമുക്ക് അങ്ങോട്ടുള്ള ബസ്സാണ് കയറേണ്ടത്. 1 മിനിറ്റും കൂടെ. റോഡ് ഹൈ ബാൻ ഓഫ് M55 1 മിനിറ്റ് കാണിക്കുന്നുണ്ടോ? ബസ്സിൽ കയറി. ഇനി അവിടെ ചെന്നിട്ട് ഞാൻ വ്ളോഗ് എടുക്കാം. ബസ്സിൽ ഇരുന്ന് സംസാരിക്കുന്ന ഭയങ്കര ഓക്കോഡ്. ഇനി വന്ന് ഇറങ്ങി. ഇനി അടുത്തത് എൻ്റെ വീട്ടിലേക്കുള്ള ബസ് അടുത്ത് കയറണം. ഇവിടുന്ന് ബസ്സിൽ കയറിയാൽ വീട്ടിൽ പോകാൻ പറ്റുമെന്നാണ്. M60. കണ്ട ബസ് തന്നെയാണ്. ബസ്സിൽ കയറി. ഭയങ്കര വെയിലാണ് ബസ്. ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവാം. ഈ ഡിസ്പ്ലേ ഇങ്ങനെ തെളിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ഏതാണ് ഉള്ളത്. നമുക്ക് ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് ആ സ്റ്റോപ്പ് ആകുമ്പോൾ സ്റ്റോപ്പ് നിൽക്കാൻ മതി. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ്. ബസ് ഇറങ്ങി ഇത് നടക്കുകയാണ്. ഈ കാണുന്ന ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ജർമ്മൻ കണ്ടന്റിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.